സമരും ദീക്ഷയും നല്ല കൂട്ടുകാരാണ്. കോളേജ് പഠിക്കുന്നത് മുതൽ കൂട്ടുകാരാണ്. അവർ ന്യൂ ഇയർ 2026 വൈകുന്നേരം എന്തെങ്കിലും വ്യത്യസ്തമായി ചെയ്യണമെന്ന് കരുതി. അപ്പോഴാണ് ഷമറിനൊരു ഫോൺ വന്നത്. അവൻ്റെ കൂട്ടുകാരൻ ശശാങ്കാണ് അവനെ വിളിച്ചത്. ശശാങ്ക്, ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ നിനക്ക് വേണ്ടിയും മറ്റുള്ള കൂട്ടുകാരന് വേണ്ടിയും കാത്തിരിക്കുന്നു. സോറിടാ, ഞങ്ങൾ നിനക്കും ദീക്ഷയ്ക്കും ഒരു സർപ്രൈസ് കൊടുക്കണമെന്ന് വിചാരിച്ചു. ഞങ്ങൾ കൂട്ടുകാരെല്ലാവരും തണ്ടർ ലീഫിൽ റിസോർട്ടിൽ പാർട്ടി എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇത് കേട്ടതും ഷമർ ഞെട്ടിപ്പോയി. നീ എന്താ പറയുന്നു? നീ ഇത് മുൻപ് തന്നെ പറഞ്ഞിരിക്കണമല്ലേ? ശരി, ഒരു കുഴപ്പമില്ല. നിങ്ങൾ രണ്ടുപേരും വരോ. നിങ്ങൾക്ക് അറിയുമല്ലേ, ഇവിടെ എല്ലാ ന്യൂ ഇയറിലും രാത്രി 11 മണിന് ശേഷം എന്താ നടക്കുമെന്ന്. ഇങ്ങനെ പറഞ്ഞിട്ട് ശശാങ്കിന്റെ ഫോൺ കട്ടായി. ദീക്ഷ ഷമറിനെ നോക്കി. ഷമർ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ട് എന്തു പറഞ്ഞെന്നാൽ, നമ്മളുടെ കൂട്ടുകാർ നമുക്ക് സർപ്രൈസ് തന്നു. ശശാങ്ക് വരട്ടെ, ഞാൻ കാണിച്ചു കൊടുക്കാം. അവന്റെ സർപ്രൈസ് തീരില്ലെന്നാ തോന്നുന്നേ. കുറച്ചു സമയം ആലോചിച്ചിട്ട് ദീക്ഷ പറഞ്ഞു, പക്ഷേ അവൻ ഏത് റിസോർട്ടിന്റെ പേരാണ് പറഞ്ഞത്? അത് കാടിന് നടുക്കാണുള്ളത്. കുറച്ചു സമയത്തിനകം സന്ധ്യയാകും. കമോൺ ദീക്ഷ, നമ്മൾ മലയുടെ നടുക്ക് ജീവിക്കുന്നവരാണ്. ഇവിടുന്ന യുവാക്കള് കാടുകളിലുള്ള റിസോർട്ടിലാണ് ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യുക. ദീക്ഷ കാറിൽ കയറിയിരുന്നു. ഷമർ വണ്ടിയെ കാടിനെ നോക്കി ഓടിച്ചു. അപ്പോഴാണ് മഴ പെയ്യാൻ തുടങ്ങിയത്. ഓ മൈ ഗോഡ്, ന്യൂ ഇയർ രാത്രി, പിന്നെ ഈ മഴയും. തണുപ്പ് അധികമാകും. പെട്ടെന്ന് ഷമർ വണ്ടി നിർത്തി. ദീക്ഷ ഷോക്കായി. എന്തുപറ്റി? എന്തിനാ വണ്ടി നിർത്തിയത്? മുൻപത്ത് റോഡിൽ വീണിരിക്കുന്ന മരം നിനക്ക് കാണുന്നില്ലേ? മുൻപ് തന്നെ ഇവിടെ നിൽക്കുന്ന കാറുകളെല്ലാം തിരിച്ചു പോകുന്നുണ്ട്. എന്നാൽ എല്ലാം തീർന്നു അല്ലേ? ഈ വർഷം നമുക്ക് ഇനി ന്യൂ ഇയർ പാർട്ടി എൻജോയ് ചെയ്യാൻ പറ്റില്ല. ഷമർ ചിരിച്ചു. എന്നിട്ട് വണ്ടി തിരിച്ചു. നീ എന്തിനാ ടെൻഷൻ ആവുന്നു ദിശ? എനിക്ക് ഒരു ഷോർട്ട് കട്ട് വഴി പോലും അറിയും. ഷമർ മറ്റൊരു പാതയിൽ കൂടി തന്റെ വണ്ടി തിരിച്ചു വിട്ടു. ആ പാത ചുറ്റിലും മരങ്ങളുള്ളത് കാരണം നല്ല ഇരുട്ടും ഭയങ്കരമായതുമായിരുന്നു. നീ ഏത് പാതയിലാണ് പോകുന്നത്? ഇത് കാടിന്റെ ഭയങ്കരമായ ഭാഗമാണ്. ഇതുവഴി ആരും പോകാറില്ല. ഇതുവഴി പോകാൻ പാടില്ല. ഇത് ഷോർട്ട് കട്ട് ആണ്. ഞാൻ ഈ വഴിയിൽ കുറെ പ്രാവശ്യങ്ങൾ പോയിട്ടുണ്ട്. നമ്മൾ 15 മിനിറ്റിൽ അവിടെ എത്തിയേക്കാം. കാറ് കുറച്ചു ദൂരമേ പോയി കാണൂ. പെട്ടെന്ന് നന്നായി മഴ പെയ്യാൻ തുടങ്ങി. വെള്ളത്തിന്റെ ശബ്ദം നന്നായി കേൾക്കാൻ തുടങ്ങി. നല്ല കാറ്റും വീശുന്നുണ്ട്. ഇരുട്ടുമാണ്. എല്ലാം ഒന്നിച്ച് ആ സാഹചര്യം വളരെ ഭയങ്കരമായിരുന്നു. പെട്ടെന്ന് കാറ് അവിടെ നിന്നുപോയി. ഓ മൈ ഗോഡ്, എന്താണിത്? കാർ എന്തിനാ ഇവിടെ നിന്നത്? സമർ താഴേക്ക് ഇറങ്ങി. മഴയിൽ നനഞ്ഞുകൊണ്ട് ടയറിനെ ചെന്ന് നോക്കി. ടയർ പഞ്ചറായി പോയി. ഷമർ തന്റെ മൊബൈലിൽ നോക്കി. അതിൽ നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ദീക്ഷ തന്റെ മൊബൈൽ എടുത്തു. പക്ഷെ അവളുടെ മൊബൈലിലും നെറ്റ്വർക്ക് ഇല്ലായിരുന്നു. ദീക്ഷ കാറിൽ നിന്നും ഇറങ്ങി. നമ്മൾ രണ്ടുപേരും കുടുങ്ങിപ്പോയി. അപ്പോഴാണ് ഷമർ ദൂരെ ശ്രദ്ധിച്ചത്. ആ ചൊരിയുന്ന മഴയ്ക്കിടയിൽ അവൻ ഒരു വലിയ ബംഗ്ലാവ് കണ്ടു. ടെൻഷൻ ആവല്ലേ, അവിടെ മുൻപ് ഒരു ബംഗ്ലാവ് കാണുന്നുണ്ട്. നമ്മൾ അവിടെ പോയേക്കാം. സഹായം കിട്ടുമല്ലേ? മഴയിൽ നിന്നും തണുപ്പിൽ നിന്നും രക്ഷപ്പെടാൻ വേറൊരു വഴിയും കിട്ടാത്തത് കൊണ്ട് ഷമറും ദിശയും ആ പഴയ ബംഗ്ലാവിനെ നോക്കി നടന്നു ചെന്നു. ആ തണുപ്പത്ത് അവർക്ക് ശ്വാസം മുട്ടുന്നുണ്ടായിരുന്നു. ചുറ്റിലും ആരുമില്ലായിരുന്നു. മരങ്ങളിൽ നിന്നും വീഴുന്ന മഴത്തുള്ളികൾ, പിന്നെ കാറ്റത്ത് മറഞ്ഞിരിക്കുന്ന പേടി. രണ്ടുപേരും ആ ബംഗ്ലാവിൻ്റെ വാതിൽക്കൽ ചെന്ന് ബെല്ലടിച്ചു. ഈ 2026 എന്നും നമുക്ക് ഓർമ്മയിലുണ്ടാകും. അടുത്ത ക്ഷണം തന്നെ ബംഗ്ലാവിൻ്റെ കതക് പതുക്കെ പതുക്കെ തുറക്കാൻ തുടങ്ങി. ആ കതക് തുറന്നതും ഷമീറിനും ദീക്ഷയ്ക്കും ഒരു വിചിത്രമായ തണുപ്പ് അനുഭവപ്പെട്ടു. അകത്തു നിന്നും വരുന്ന കാറ്റ് പുറത്ത് മഴയേക്കാളും വളരെ തണുപ്പുള്ളതായിരുന്നു. പിന്നെ ചുവരുകളൊക്കെ വല്ലാതെ വിരമിച്ചിരിക്കുന്നത് പോലെ തോന്നി. മുൻപിലായി ഒരു ഭംഗിയുള്ള സ്ത്രീ നിൽക്കുകയായിരുന്നു. അവളുടെ കണ്ണുകളിൽ എന്തോ നഷ്ടഭാവം ഉണ്ടായിരുന്നു. കാണാൻ അവൾ ചിരിക്കുന്നത് പോലെയായിരുന്നു. പക്ഷെ അവളുടെ ആത്മാവ് വേറെ എവിടെയോ ഉള്ളതുപോലെ തോന്നി. ആരാണ് നിങ്ങൾ? എൻ്റെ പേര് ദിക്ഷ. പിന്നെ ഇതെൻ്റെ കൂട്ടുകാരൻ ഷമർ. ഞങ്ങൾ ഹോട്ടലിലേക്ക് പോവുകയായിരുന്നു. പക്ഷെ പോകുന്ന വഴിയിൽ ഈ മരം വീണു. വേറെ വഴിയില്ലാതെ ഈ വഴിയിൽ കൂടി വന്നതാ. ഞങ്ങളുടെ കാറിൻ്റെ ടയർ പഞ്ചറായി. ആ പെണ്ണ് ചെറിയ ചിരിയോടുകൂടി പറഞ്ഞു, എൻ്റെ പേര് പൂനം. ഞാൻ ഈ ബംഗ്ലാവിലാണുള്ളത്. നിങ്ങൾ രണ്ടുപേരും നനഞ്ഞിരിക്കുന്നു. അകത്തേക്ക് വരൂ. രാത്രിയിൽ യാത്ര ചെയ്യാൻ പാടില്ല. ഷമറും ദീക്ഷയും ബംഗ്ലാവിനകത്തേക്ക് വന്നു. അകത്തുള്ള സാഹചര്യം വളരെ മോശമായിരുന്നു. തറയിൽ പഴയ മരങ്ങളുടെ അടയാളം. ചുമരുകളിൽ പൊടി പിടിച്ച പഴയ ഫോട്ടോ തൂക്കിയിട്ടിരിക്കുകയാണ്. ഓരോ മുറിയും എങ്ങനെയായിരുന്നെന്നാൽ അറിയാത്ത ഏതോ കണ്ണുകൾ അവരെ ശ്രദ്ധിക്കുന്നത് പോലെ ആയിരുന്നു. പിന്നെ ആ ലൈറ്റിൻ്റെ വെളിച്ചങ്ങൾ. വീട്ടിൽ ആരും തന്നെ ഇല്ലായിരുന്നു. എല്ലാം തന്നെ വളരെ വ്യത്യാസമായിരുന്നു. മുകളിൽ ബാൽക്കണിയിൽ ഒരു റൂമുണ്ട്. അവിടെ ചെന്ന് നിങ്ങൾ നിങ്ങളുടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തോളൂ. കുറച്ച് സമയത്തിനകം ഉണങ്ങിക്കഴിഞ്ഞാൽ മാറ്റിയേക്കാം. ഇത് ഇട്ടുകൊണ്ടിരുന്നാൽ പിന്നെ നിങ്ങൾക്ക് വയ്യാതെ ആയേക്കും. ഷമറും ദിശയും മുകളിലേക്ക് ചെന്നു.
അവർ കയറിപ്പോയ ഓരോ പടിക്കെട്ടുകളിലും താഴെ എന്തോ ഒരു ശബ്ദം കേൾക്കുന്നത് പോലെ തോന്നിക്കൊണ്ടേയിരുന്നു. അതായത് ആ പടിക്കെട്ടുകളിൽ പല വർഷങ്ങളായി ആരും കയറാത്തതുപോലെ. റൂമിലേക്ക് ചെന്ന് രണ്ടുപേരും ഡ്രസ് ചേഞ്ച് ചെയ്തു. ഡ്രസ്സ് ചേഞ്ച് ചെയ്തതിന് ശേഷം ദീക്ഷ ആ റൂമിലുള്ള സാധനങ്ങൾ നോക്കി. പഴയ മരം കൊണ്ടുള്ള അലമാര, പൊടി പിടിച്ച കണ്ണാടി, പിന്നെ ഒരു മൂലയിൽ പൊട്ടിപ്പോയ മ്യൂസിക് ബോക്സ് ഉണ്ടായിരുന്നു. അത് വർക്കാകുന്നില്ല, എന്നാലും ചെറിയ എന്തോ ഒരു ശബ്ദം അതിൽ നിന്നും വന്നുകൊണ്ടേയിരുന്നു. എന്തുപറ്റി ദീക്ഷ? നിനക്ക് ഈ ബംഗ്ലാവ് അല്പം വ്യത്യാസമായി തോന്നുന്നില്ലേ? അതായത് എനിക്ക് ക്ലിയറായി പറയാൻ അറിയുന്നില്ല, കുറച്ചു കാലങ്ങൾക്ക് പുറകിലോട്ട് ചെന്നതുപോലെ. ഞാൻ എത്ര പ്രാവശ്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഹോളിവുഡ് ഫിലിമുകൾ കുറച്ച് കാണണമെന്ന്. കുറച്ചു സമയത്തിന് ശേഷം അവർ താഴേക്ക് വന്നു. പൂനം അവരെ നോക്കിയിട്ട് എന്തു പറഞ്ഞെന്നാൽ, നിങ്ങൾ രണ്ടുപേരും വളരെ ടയേർഡായിരിക്കുന്നു. ഡൈനിങ് ടേബിളിൽ ആഹാരം വെച്ചിട്ടുണ്ട്, നിങ്ങൾ ചെന്ന് അത് കഴിക്കൂ. ഷമർ വേണ്ട എന്ന് പറഞ്ഞു, ദീക്ഷയും തന്നെ. പക്ഷേ പൂനം നിർബന്ധിച്ചു. അവസാനം രണ്ടുപേരും സമ്മതിച്ചു. ഡൈനിങ് ടേബിളിൽ മെഴുകുതിരി കത്തുകയായിരുന്നു. അതിന്റെ പ്രകാശം കാറ്റില്ലാതെ പതുക്കെ പതുക്കെ അനങ്ങുകയായിരുന്നു. അതായത് ഏതോ ഒരു കണ്ണിന് കാണാത്ത രൂപത്തിന്റെ ശ്വാസം കൊണ്ട് അത് അനങ്ങുന്നത് പോലെ. ടേബിളിൽ ഒരു 16 വയസ്സ് കുട്ടി ഇരിക്കുകയായിരുന്നു. അവൾ ഷമറിനെയും ദീക്ഷയെയും കണ്ണനക്കാതെ നോക്കിക്കൊണ്ടേയിരുന്നു. അവളുടെ കണ്ണുകളിൽ ഒരു അനക്കവുമില്ല, ഒരു വെളിച്ചവുമില്ല. അതായത് മരിച്ചു പോയതുപോലെയായിരുന്നു. ദീക്ഷ പേടിച്ച് വിറയ്ക്കാൻ തുടങ്ങി. അവൾ പതുക്കെ ഷമറിനോട് എന്തു പറഞ്ഞെന്നാൽ, ഇവളുടെ കണ്ണുകളിലെ കരുമിഴി അനങ്ങുന്നേയില്ല. എനിക്ക് വല്ലാതെ പേടിയാകുന്നു. പതുക്കെ സംസാരിക്ക്, അല്ലെങ്കിൽ അവൾക്ക് കേൾക്കും, അവൾക്ക് കഷ്ടം തോന്നും. ഇവൾ എൻ്റെ മോളാണ്. ഇവൾക്ക് കുറച്ച് ദിവസങ്ങളായി സുഖമില്ല. ശരി, വരൂ, നമുക്ക് കഴിക്കാം. അവരെല്ലാവരും ഡിന്നർ കഴിച്ചു. അവർ റൂമിലേക്ക് പോകാൻ തുടങ്ങുമ്പോൾ പൂനം അവരോട് പറഞ്ഞു, പുറത്ത് ക്ലൈമറ്റ് വല്ലാതെ മോശമായിരിക്കുന്നു. ക്ലൈമറ്റ് ശരിയാകുന്നത് വരെ നിങ്ങൾ രണ്ടുപേരും ഇവിടെ തന്നെ ഇരുന്നേക്കോ. കുറച്ച് സമയത്തിനകം എൻ്റെ ഭർത്താവ് വരും. രാവിലെ നിങ്ങളുടെ കാറ് മെക്കാനിക്കിനെ കാണിച്ച് അത് ശരിയാക്കി നിങ്ങളെ പറഞ്ഞേക്കാം. ഷമറിനും ദിശയ്ക്കും വേറെ വഴിയില്ലായിരുന്നു. ഷമർ വാച്ചിനെ നോക്കി. അതിൽ സമയം ശരിക്കും 12 മണിയായിരുന്നു. ഷമർ പൂനത്തിനോട് സംസാരിക്കുകയായിരുന്നു. പക്ഷേ കുറേ സമയത്തിന് ശേഷം പോലും ആ വാച്ചിൽ സമയം 12 മണി തന്നെയായിരുന്നു. ആ മെഴുകുതിരിയുടെ വെളിച്ചം പെട്ടെന്ന് നീല നിറത്തിൽ മാറി. അതിനകത്ത് എന്തോ ഒരു അറിയാത്ത രഹസ്യം മറഞ്ഞിരുന്നത് പോലെ തോന്നി. ഷമർ ആലോചിച്ചു, ആ ക്ലോക്ക് റിപ്പയർ ആയെന്ന് തോന്നുന്നു. പൂനം അവർ രണ്ടുപേരോടും റെസ്റ്റ് എടുക്കാൻ പറഞ്ഞിട്ട് അവിടെ നിന്നും പോയി. ഷമറും ദിശയും ചെന്ന് കിടന്നു. പുറത്ത് മഴ നിൽക്കാതെ പെയ്തുകൊണ്ടേയിരുന്നു. പതുക്കെ പതുക്കെ അവർ രണ്ടുപേർക്കും നന്നായി ഉറക്കം വന്നു. കുറേ സമയത്തിന് ശേഷം അവർ വീണ്ടും കണ്ണു തുറന്നു നോക്കിയപ്പോൾ മഴ അപ്പോഴും പെയ്തുകൊണ്ടേയിരുന്നു. തണുപ്പ് വീണ്ടും അധികമായി. അവർ വലുതാക്കാതെ വീണ്ടും ഉറങ്ങി. ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം ഇഴിച്ചു നോക്കിയപ്പോഴും പുറത്ത് ഇരുട്ട് തന്നെയായിരുന്നു. ഇപ്പോഴും മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. ഇപ്പോഴും അതേ ഇരുട്ടാണ്. ദീക്ഷയ്ക്ക് എന്തോ സംശയം തോന്നി. ഇതിലെന്തോ വ്യത്യസ്തത തോന്നുന്നില്ലേ? നമ്മൾ വാച്ചിൽ നോക്കി. അപ്പോൾ സമയം 12. നമ്മൾ ഉറങ്ങിയിട്ട് 4-5 മണിക്കൂറായി. ഇനിയും നേരം വെളുത്തില്ലല്ലോ. ഷമറും അത് നോട്ടീസ് ചെയ്തു. ഡൈനിങ് ടേബിളിൽ അതേ സ്ത്രീയും അവളുടെ മകളും ഇരിക്കുകയായിരുന്നു. അതായത് രാത്രി മുഴുവൻ ഉറങ്ങാതെ ഇരിക്കുന്നത് പോലെ. നിങ്ങളുടെ ഭർത്താവ് വന്നിട്ടില്ലേ? നീ എന്തിനാണ് ടെൻഷനാകുന്നത്? ചെന്ന് കിടന്നുറങ്ങ്. നേരം വെളുത്തതും അദ്ദേഹം തിരികെ വരും. ഇല്ല, ഞങ്ങൾ ഇവിടെ തന്നെ ഇരിക്കാം. രണ്ടുപേരും ഒരുപാട് സമയം ഇരുന്നു. പക്ഷേ നേരം വെളുത്തതേ ഇല്ല. എന്താ ഇത്? എന്തിനാ രാവിലെ ആവാത്തത്? ഷമറും ദീക്ഷയും കഥകിനെ നോക്കി ഓടാൻ തുടങ്ങി. പക്ഷെ അപ്പോഴാണ് പൂനത്തിന്റെയും മകളുടെയും രൂപം ഭയങ്കരമായ രൂപമായി മാറിയത്. കണ്ണൊക്കെ കറുപ്പായി മാറി. മടയന്മാരെ, ഈ വീട്ടിനകത്തേക്ക് ആര് വന്നാലും ശരി, അവർക്ക് പിന്നീട് ഒരിക്കലും നേരം വെളുക്കുകയില്ല. ഇവിടെ ഇന്നും 1991 വർഷമാണ് നടക്കുന്നത്. ഷമർ ചുമരിലിട്ടിരുന്ന കലണ്ടറിലേക്ക് നോക്കി. അതിൽ ശരിക്കും 1991 വർഷമായിരുന്നു. അതിൽ അതേ ഡേറ്റ് റൗണ്ട് ചെയ്തിരുന്നു. എനിക്ക് അപ്പോഴേ എന്തോ സംശയം തോന്നിയതാണ്. അടുത്ത ക്ഷണം തന്നെ പൂനത്തിന്റെയും അവളുടെ മകളുടെയും രൂപം വീണ്ടും വളരെ ഭയങ്കരമായ രൂപമായി മാറി. പൂനം ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, പല വർഷങ്ങൾക്ക് മുൻപിലായി എൻ്റെ ഭർത്താവ് ന്യൂ ഇയർ ദിവസം രാത്രി ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. അദ്ദേഹം ഞങ്ങളെ കൊന്നുകളഞ്ഞു. കാരണം അദ്ദേഹത്തിന് സംശയം എനിക്കും മറ്റാർക്കോ അഫെയർ ഉണ്ടെന്ന് അദ്ദേഹം എന്നെ സംശയിച്ചു. ഞാനും എൻ്റെ മകളും അദ്ദേഹത്തോട് യാചിച്ചു കരഞ്ഞു. എന്തൊക്കെയോ പറഞ്ഞു നോക്കി. പക്ഷെ അദ്ദേഹം കരുണ കാണിച്ചതേയില്ല.
പിന്നെ ഇന്ന് വരെ അദ്ദേഹം തിരികെ വന്നിട്ടേയില്ല. ഞങ്ങളും പല വർഷങ്ങളായി അദ്ദേഹം തിരികെ വരുമെന്ന് കാത്തുകൊണ്ടിരിക്കുകയാണ്. ആര് ഈ വീട്ടിലേക്ക് വരുന്നോ അവർ തിരികെ പോയിട്ടേയില്ല. ഷമറും ദിശയും പുറകിലോട്ട് നടന്നു. പക്ഷേ ഇപ്പോൾ സമയം താമസിച്ചു. പൂനമും അവളുടെ മകളും അവരുടെ മേലിലേക്ക് ചാടി വീണു. ഭയങ്കരമായ ശബ്ദം, ഇരുട്ട്. അതിനുശേഷം അന്നത്തെ രാത്രിയും പകലായില്ല. 2026 വന്നില്ല. 2026 ഹൊറർ ന്യൂ ഇയർ. ആ ഇരുട്ടത്തെ 2 പാവങ്ങളുടെ ജീവൻ കയ്യിലെടുക്കുകയായിരുന്നു.